ദേവികുളം മുൻ എംഎൽഎയും സിപിഐഎം നേതാവുമായ എസ് രാജേന്ദ്രൻ RPI അത്തേവാലി വിഭാഗത്തിൽ ചേരും. പാർട്ടി ചെയർമാൻ രാംദാസ് അത്തേവാലയുമായി അല്പസമയത്തിനകം കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത് ജഹാൻ 24 പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. അതെ, അദ്ദേഹം വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ നാഷണൽ പ്രസിഡന്റ് ഓണറബിൾ മിനിസ്റ്റർ രാംദാസ് അത്തേവാലെ ഇന്ന് മാരിയറ്റിൽ വെച്ച് കാണും. ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും. ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളും കേരളത്തിൽ പാർട്ടി ഏറ്റവും ശക്തമായി തന്നെ ചുവടുറപ്പിക്കാനുള്ള പ്ലാനിലാണ് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും. കാരണം അംബേദ്കറുടെ പാർട്ടിക്ക് കേരളത്തിൽ ഒരു വലിയ സാധ്യത ഉള്ളതായിട്ട് നമുക്ക് തന്നെ അറിയാം. പക്ഷെ അതിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു നേതൃത്വത്തിനെ കേരളത്തിൽ നോക്കി നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ളൊരു എൻട്രി അവസരം കിട്ടുന്നത്. പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് ഇന്നാണോ നാളെ അറിയില്ല. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ട്. ഉടനെ ഉണ്ടാവും. പിന്നെ അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് നമ്മളായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് മാസങ്ങളായി. റാഫി കരിയുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. റാഫി, എസ് രാജേന്ദ്രൻ RPI അത്തേവാല വിഭാഗത്തിൽ ചേരുമെന്നതിൽ ഇപ്പോൾ തീരുമാനമായിരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഈ പാർട്ടി പ്രവേശം അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദേവികുളം മുൻ MLA ആയ എസ് രാജേന്ദ്രൻ NDA മുന്നണിയുടെ ഭാഗമാകുമെന്ന തരത്തിൽ രാവിലെ മുതൽ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കുകയാണ്. ഇനി പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. ആ പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായിരിക്കും. RPI വിഭാഗം അത്തേവാല വിഭാഗത്തിന്റെ ചെയർമാനായ രാംദാസ് അത്തേവാല, കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല അല്പസമയം മുൻപാണ് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. കൊച്ചിയിലെത്തി അദ്ദേഹം നേരെ പോയിരിക്കുന്നത് മാരിയറ്റ് ഹോട്ടലിലേക്കാണ്. അവിടെ വെച്ച് എസ് രാജേന്ദ്രനുമായി അത്തേവാല കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം ഉടനെ തന്നെ ചിലപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ നാളെ അതിൽ വിട്ടുപോകാത്ത തരത്തിലുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ ഉണ്ടാകും. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത് ഈ RPI ആ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ് നുസ്രത് ജഹാൻ. നുസ്രത് ജഹാൻ 24 പറഞ്ഞത് അദ്ദേഹം കുറച്ച് മാസങ്ങളായി RPIയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ RPIയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് RPIക്ക് ശക്തനായ നേതാക്കളെ വേണം. അതിന്റെ ഭാഗമായാണ് എസ് രാജേന്ദ്രനെ ഇപ്പോൾ RPIയുടെ ഭാഗമാക്കുന്നത്. സംസ്ഥാനത്തെ RPI എന്ന രാഷ്ട്രീയ പാർട്ടി കൂടുതൽ വേരുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നുസ്രത് ജഹാൻ 24 പറഞ്ഞത്. എന്തായാലും എസ് രാജേന്ദ്രൻ NDA മുന്നണിയുടെ ഭാഗമാകുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഈ RPIയുടെ ചെയർമാനുമായി നടക്കുന്ന ചർച്ച അത് ഒരു പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള സ്ഥാനങ്ങളായിരിക്കും ഉണ്ടാവുക, പാർട്ടിയിൽ എന്തൊക്കെ പദവികളായിരിക്കും ഉണ്ടാവുക, ഏതൊക്കെ തരത്തിലായിരിക്കും കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനം എന്നീ കാര്യങ്ങളിലായിരിക്കുമെന്ന് അത്ര സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും CPMുമായി പിണങ്ങി നിൽക്കുന്ന 2 വർഷം മുൻപ് CPMിൽ നിന്ന് പുറത്താക്കിയ എസ് രാജേന്ദ്രൻ CPIയുടെ അംഗത്വം പുതുക്കാൻ ഈ പ്രാവശ്യം തയ്യാറായിരുന്നില്ല. പാർട്ടി സമ്മേളനങ്ങൾക്ക് മുൻപ് എസ് രാജേന്ദ്രനോട് അംഗത്വം പുതുക്കണമെന്ന് CPM ഇടുക്കി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താൻ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ, ശശിക്കെതിരായ അന്വേഷണമടക്കം താൻ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം, അത് പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇനി പാർട്ടി അംഗത്വം പുതുക്കുന്നതിനെ കുറിച്ച് ചർച്ചയുള്ളൂ എന്ന് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് രാജേന്ദ്രനുമായി CPM നേതൃത്വം ചർച്ചകൾ നടത്തിയെങ്കിലും ഇതൊന്നും തന്നെ ഒരു സമവായത്തിലേക്ക് എത്തിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് NDA മുന്നണിയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എസ് രാജേന്ദ്രൻ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി കോട്ടയത്തുള്ള BJP നേതാവ് N ഹരിയുമായി എസ് രാജേന്ദ്രൻ ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം N ഹരിയുടെ വീട്ടിൽ നടന്ന BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത പൂജയിലെല്ലാം എസ് രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. എന്തായാലും NDA മുന്നണിയുടെ തന്നെ ഭാഗമാവുകയാണ് എസ് രാജേന്ദ്രൻ. BJP അല്ലാത്ത NDA മുന്നണിയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുടെ ഭാഗമാകാൻ എസ് രാജേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പാർട്ടിയുടെ ഭാഗമാകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്.